കുറേ ദിവസത്തിന് ശേഷം നമ്മളിന്ന് തമിഴ്നാട്ടിലേക്ക് കാലി പോവാട്ടോ. സാധാരണ നമ്മൾ ലോഡ് ആയിട്ട് പോയിട്ടാണ് അവിടുന്ന് ലോഡ് എടുത്ത് പോകല്. അങ്ങനെ കോയമ്പത്തൂർ എത്തിയിട്ടോ. കോയമ്പത്തൂർ ആ സിംഗിൾ റോഡ് മേലാള് പകലായ കൊണ്ട് നല്ല ക്ലിയർ ഉണ്ട് വീഡിയോസിനൊക്കെ. രാത്രിയത്തെ അത്ര തിരക്കില്ല, രാത്രി നല്ല തിരക്കായിരിക്കും. അങ്ങനെ പാലത്തിന് കൂടെ എന്താ രസമല്ലേ കാണാൻ. അങ്ങനെ തമിഴ്നാട് നമ്മൾ ടോളെത്തി. ടോളിലൊക്കെ നല്ല ചാർജ്. നമ്മളപ്പുറത്ത് കൂടെ പോകുമ്പോൾ ടോളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ടോളിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ലോഡ് ആയിട്ട് പോകുമ്പോൾ വേറെ റൂട്ടിലായതുകൊണ്ട് അതിൽ നമുക്ക് ടോളൊന്നും കിട്ടൂല. ഇതിൽ നല്ലൊരു ടോള് വരും. അങ്ങനെ അത് നമ്മൾ കമ്പനിയിലെത്തിയപ്പോൾ ഒരാളെ കമ്പനിക്ക് കിട്ടി. നമ്മളെ ഷമീർക്ക തൃശ്ശൂരുള്ള ഇതപ്പരം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നമ്മൾ ഉപ്പരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കമ്പനിയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും, നമുക്ക് എന്തോ ഒരു പേരൊക്കെ ഇടാം. നമ്മളെ കുഷ്ക റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ളത് സമീർ ഭായി ആണ്, തൃശ്ശൂരുള്ള. നമ്മളെ കുഷ്കൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയില്ല, അടി പിടിച്ചിക്കണോ ഒരാ പേരായിട്ട് പറയാല കുഷ്കാന്ന്. ഒന്ന് നോക്കിയാൽ അറിയാലോ എന്താ അവസ്ഥ എന്നുള്ളത്. രാത്രി ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഡോറങ്ങോട്ട് തുറന്നപ്പോൾ നമ്മൾ ആശാൻ അത് ആ ഒച്ച കേട്ടിട്ട് കുരക്കാൻ തുടങ്ങി. മൂപ്പർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തതിനുള്ള നന്ദിയാണ്. ലോഡൊക്കെ കയറ്റി നമ്മൾ ഏകദേശം പാലക്കാടൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് റോഡിൽ കയറിയിട്ടോ. അങ്ങനെ വണ്ടി ചൂടാകുന്ന വിചാരിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം നിർത്തിയിട്ട് കണ്ട് പള്ളിയിലൊക്കെ പോയി പിന്നെ പോയത്. അങ്ങനെ അതാ പട്ടിക്കാടെത്തി. പട്ടിക്കാട് റെയിൽവേ ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ റെയിൽവേ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പാസ്സാകുന്ന നേരത്തെ ഒരു ബസ്സിലെ ക്ലീനർ വന്ന് വെച്ച് ഞങ്ങൾ പോട്ടെ, അവർക്ക് സമയമില്ല. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, നല്ലൊരു മര്യാദ അല്ലേ, കയറി പോയിക്കോളി എന്ന് പറഞ്ഞു. കാരണം അവർക്ക് നേരം ഉണ്ടാവില്ല, തിരക്കല്ലേ. റെയിൽവേ ഗേറ്റ് അടച്ചപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അതൊക്കെ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ നമ്മളോട് ചോദിക്കുന്നതിന്. നമ്മൾ സൈഡ് കൊടുക്കും, ആരാണെങ്കിലും അർജൻറ്റ് ഉള്ളവർക്ക് സൈഡ് കൊടുക്കും. ആ കുത്തി കയറ്റുന്ന പ്രശ്നം നമുക്ക്. അങ്ങനെ ഞാനത് ആ ഗേറ്റ് പാസ്സായപ്പോൾ കുറച്ച് കാറുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ കുറച്ച് കാർ നിൽക്കുന്നുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലായില്ല. അടുത്തെത്തി നോക്കുമ്പോഴാണ് ആ വണ്ടിയിലുള്ള 4 ആളും ഉറങ്ങിപ്പോയി. പാവം എന്തോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതായിരിക്കും. 4 ആളും ഉറങ്ങട്ടോ. ഞാൻ എന്നിട്ട് വണ്ടി നിർത്തി ഓണടിച്ച് പിന്നെ ഓല ഇതാക്കി. അന്നേരം അവരെടുത്ത് പോകുന്നത്. അതുവരെ പോലെ ബേക്കിൽ കണ്ടില്ല, എന്തോരം കാറുകാരാ അവരൊക്കെ അവിടെ നിൽക്കുക. അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്താ ഒരു പോവാത്ത എന്താ വിഷയം എന്നുള്ളത്. ഉറങ്ങിപ്പോയതാണ് പാവം, എന്തോ ക്ഷീണം. അങ്ങനെ ആ പോയി ഇതാ കുത്തി കയറ്റുന്നവരൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വരി വെക്കുമ്പോൾ അങ്ങനെ അത് നമ്മളെ വലിയ ആസാമി വരുന്നുണ്ട് കുത്തി കയറ്റി. ഞാൻ നേരെ പിടിച്ചു കൊടുത്തിട്ടോ. അവിടെ ഗ്യാപ്പുണ്ടെങ്കിൽ കയറ്റിക്കോട്ടെ, അല്ലെ തന്നെ വീതി കുറവുള്ള റോഡാണ്. അപ്പോൾ ആ കുത്തി കയറ്റൽ മഞ്ചേരി അരീക്കോടൊക്കെ കഴിഞ്ഞ് കുറ്റൂളി എത്തിയിട്ടോ. അപ്പോൾ അവിടുന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു പാക്കറ്റൊക്കെ കിട്ടി. അൽഹംദുലില്ലാ ഇന്ന് പോലെ വക നമ്മളെ നോമ്പറ IIMലേക്കാണ് നമ്മളെ ലോഡ് ഇട്ട കുത്തമംഗലത്ത്. അങ്ങനെ ഏകദേശം നമ്മൾ കുന്നമംഗലത്ത് എത്തിയിട്ടോ. അങ്ങനെ IIMൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അപ്പുറം ഞാൻ പോയി വൈകിട്ട് നോക്കാൻ നമ്മളെ വണ്ടി പോകുമോ. കാരണം അതിൽ ബസ്സുകളൊക്കെ പാസ്സാകുന്നതാണ്, സ്കൂൾ ബസ്സൊക്കെ. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാത്ത രീതിയിൽ വണ്ടി സൈഡിൽ ചേർക്കണം. അങ്ങനെ അതാ ഗേറ്റൊക്കെ പാസ്സായി ഞാൻ വണ്ടി എടുത്ത് പോയിട്ടോ. ഞാനിത് പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിരിക്കുന്നതല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥകളൊന്നും അറിയില്ല. അതൊരു വലിയൊരു ലോകാട്ടോ. ഭയങ്കര ഏക്കർ കണക്കിന് ഗവൺമെൻറ്റിൻ്റെ ആ സ്ഥലത്തുള്ള സ്ഥാപനങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പ്. അങ്ങനെ നമ്മളെ ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടോ. ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്കും വണ്ടി കാലിയായി കിട്ടും.